പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞങ്ങൾ ടയർ വ്ലോഗിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടയറിലോണ്ട് കുറേ പ്രൊജക്ട്സ് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ അങ്ങനെ ഉണ്ടാക്കാവുന്ന പ്രൊജക്റ്റുകളുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതൊരു 3-in-1 ടേബിളാണ്. അത് നമുക്കൊരു ടേബിളായിട്ട് ഉപയോഗിക്കാം, ഒരു ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, നേരെ വീഡിയോക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് 4 ടയറുകളാണ് വേണ്ടത്. ഞങ്ങളുടെ ടയറിൻ്റെ സെറ്റിൽ നിന്ന് ഞങ്ങൾ 2 ട്രാവലറിൻ്റെ ടയറുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മിനി ബസ്സിൻ്റെ ടയറും വേണമെങ്കിൽ നമുക്ക് 3 മിനി ബസ്സിൻ്റെ ടയർ ഉപയോഗിക്കാം. ഞങ്ങളുടെ ഇപ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് എടുത്തു തന്നുള്ളൂ. പിന്നെ ഒരു വലിയ ബസ്സിൻ്റെ ടയർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിക്ക് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3-ാമത്തെ 4-ാമത്തെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി കഴിഞ്ഞു. ഉണങ്ങിയതിന് ശേഷം 2 ട്രാവലറിൻ്റെ ടയർ അടിയിലും പിന്നെ ബസ്സിൻ്റെ മിനി ബസ്സിൻ്റെ ടയറും വെച്ചിട്ട് അത് 3 കൂടി സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 ട്രാവലറിൻ്റെ ടയറുകൾ സെൽഫ് സ്ക്രൂ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ്. അത് നല്ല രീതിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി നീളമുള്ള സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ബസ്സിൻ്റെ ടയർ, മിനി ബസ്സിൻ്റെ ടയർ നമ്മൾ മുകളിൽ കയറ്റിയിടാണ്. എന്നിട്ട് അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ അതും നമ്മൾ 1.5 ഇഞ്ചിൻ്റെയോ 2 ഇഞ്ചിൻ്റെയോ സ്ക്രൂ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ വലിയ ബസ്സിൻ്റെ വലിയ ടയർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ടോപ്പ്. ഇനി നമുക്കിത് ഫുള്ള് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മൾ ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുക. ഇനി നമുക്കൊരു പ്ലൈവുഡിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിൽ. അതുകഴിഞ്ഞിട്ട് അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞങ്ങൾ വൈറ്റ് പെയിൻ്റാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാവുന്നതാണ്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തത് നമ്മുടെ മിനി ബസ്സിൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ള അളവിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ മിനി ബസ്സിൻ്റെ ടയറിൻ്റെ മുകളിൽ വെക്കാനുള്ള അളവിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഹോള് അടയ്ക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇനി അത് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മൾ ഫുള്ള് വൈറ്റ് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോറേജിൻ്റെ ഒരു ടോപ്പായിട്ട് വരും. നമുക്ക് വലിയ ബസ്സിൻ്റെ ടയറിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് നമ്മൾ MDFൻ്റെ ഒരു ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു വിജാഗിരിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കാവുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മളതെടുത്ത് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോയാണ്. നമ്മൾ ആംഗിൾ ഗ്രൈൻഡറോ അല്ലെങ്കിൽ ടൈൽ കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാക്സോ ബ്ലേഡോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം അത് നമുക്ക് തിരിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു വിജാഗിരി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല, ജസ്റ്റ് സെൽഫ് സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ടയറിൻ്റെ ഒരു വശത്ത് നമുക്ക് 2 ഇഞ്ചിൻ്റെയോ 1.5 ഇഞ്ചിൻ്റെയോ സെൽഫ് സ്ക്രൂ ഉപയോഗിച്ച് നല്ല രീതിക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ വെച്ച് നോക്കണം വലിയ ടയർ നമ്മുടെ ബേസായിട്ട് സ്ക്രൂ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഉപയോഗം നമ്മൾ അവസാനം പറയുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. മുകളിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉള്ളിലെടുത്ത് വയ്ക്കാം. അതിൻ്റെ അടിയിലും നമുക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചില്ലേ വലിയ ടയർ, അതുകൊണ്ട് നമുക്കത് 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതിന് 2 സെപ്പറേറ്റ് യൂസസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു ചെറിയ ടീപ്പായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സ്റ്റാൻഡ് പോലത്തെ സെക്ഷൻ, അതിൽ തന്നെ നമുക്ക് വലിയ ടയർ നമുക്കൊരു ചെറിയ ഉയരം കുറഞ്ഞൊരു ടീപ്പായി ഗെയിംസൊക്കെ കളിക്കാൻ പറ്റിയ ടീപ്പായിട്ട് ഉപയോഗിക്കാം.
നിങ്ങൾ ഞങ്ങളുടെ ടയർ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ആ ടയർ വ്ളോഗിൽ ഞങ്ങൾക്ക് കുറെ ടയറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പ്രൊജക്റ്റ് ആ ടയറുകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ടേബിൾ. അപ്പൊ ഇത് ഭയങ്കര ഉറപ്പുള്ള ടേബിളാണ്. പിന്നെ ചെലവും വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഷീറ്റിന് ചെലവ് മാത്രം എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ടയറൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങനെയൊന്നും അറിയൊന്നുമില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടേബിളാണ്. പിന്നെ നമുക്ക് ഒരു സ്റ്റോറേജ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നന്നായി യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഊരി മാറ്റിക്ക് 3 in 1 ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നല്ലൊരു ടേബിളാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വീഡിയോ കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിലെ ഫേസ്ബുക്ക് പേജിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് അത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ വീണ്ടും കാണാം.